എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു യാത്ര പോവുകയാണ്. തമിഴ്നാടിനാണ് യാത്ര. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തമിഴ്നാടിന് യാത്ര പോവുകയാണ്. അപ്പോൾ തമിഴ്നാടിന് യാത്ര പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് എത്തി. അപ്പോൾ അതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസാണ്. ഇപ്പോൾ സീസൺ ടൈം അല്ല, വെള്ളമൊന്നുമില്ല. കുറച്ചും കൂടെ മഴക്കാലമൊക്കെ എത്തുമ്പോൾ ഭയങ്കര നല്ല രസത്തോടു കൂടിയുള്ള നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നേരെ ഏലപ്പാറ പോകുന്നില്ല. നമ്മൾ കുട്ടിക്കാനം ചെന്നിട്ട് അവിടെ നിന്ന് നേരെ കുമളിയാണ്. അപ്പോൾ കുമളിയുടെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കുട്ടിക്കാനൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്കാനൊക്കെ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകാൻ നേരത്ത് വാഗമൺ, കുട്ടിക്കാനം, പരുന്തംപാറ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടിക്കാനത്ത് വന്ന് ഒരു പ്രാവശ്യം സ്റ്റേയും ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാനം കഴിഞ്ഞ് നേരെ കുമളിയിലോട്ട് തിരികെയാണ്. നമ്മൾ നേരത്തെ കുട്ടിക്കാനത്തൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാനത്ത് വന്ന് താമസിച്ചപ്പോൾ ഏലപ്പാറ, കുമളി ഇങ്ങനെയൊക്കെ ധാരാളം രാത്രി സഞ്ചരിച്ചിട്ടൊക്കെ ഉണ്ട്. വളരെ ഭംഗിയാണ്. നമ്മളൊരു 6 മണിക്ക് ശേഷം ഈ ഒരു ഭാഗത്ത് കൂടെ ഏലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയ്ക്കേ കൂടെ ഒക്കെ പോകാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയും കൂടെയാണ്. എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ പോയി കുറച്ച് കഴിയാൻ നേരത്തെ പരുന്തുംപാറയിലോട്ട് റൈറ്റ് തിരിഞ്ഞ് പരുന്തുംപാറയിലോട്ടുള്ള ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ് കയറി വണ്ടിപ്പെരിയാർ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടിപ്പെരിയാർ ബ്രിഡ്ജിൽ അതിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. അത് പെരിയാറാണ്. അപ്പോൾ പെരിയാർ നേരെ ഇടുക്കിയിലോട്ടാണ് പോകുന്നത്. എന്തായാലും നമ്മൾ വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ് കഴിഞ്ഞ് ടൗണിലോട്ട് ചെല്ലുമ്പോൾ ടൗണിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതാണ് ഗവിക്കുള്ള ഏരിയ. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കുമളി ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുമളി ചെന്നിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകും തമിഴ്നാട്ടിലോട്ട്. നമ്മൾ വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലാൻ നേരത്ത് കട്ടപ്പനയ്ക്കുള്ള റൂട്ട് ലെഫ്റ്റിലോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കട്ടപ്പന ചെന്നിട്ട് രാമക്കൽമേട് പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ നമ്മൾ ചെറിയൊരു ചേഞ്ച്, നമ്മൾ കുമളി ചെന്നിട്ട് താഴ്വാരത്തോട് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയിട്ട് ചുരം വഴി തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയിട്ട് കമ്പം ചെന്നിട്ട് അവിടുന്ന് ചുരം കയറി നേരെ കമ്പംമേട് കയറി അവിടുന്ന് രാമക്കൽമേട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കുമളി ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുമളി ടൗണിൽ കയറുമ്പോൾ തന്നെ റൈറ്റിലോട്ട് നമുക്കറിയാം തേക്കടി എന്ന് പറയുമ്പോൾ തന്നെ പെരിയാർ ലേക്കിലൂടെ 3-4 മണിക്കൂർ നമുക്ക് ബോട്ടിൽ സഞ്ചരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ള ഏരിയയാണ്. KTDCയുടെ തന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. മറ്റ് റിസോർട്ടുകളൊക്കെയുള്ള ഒരു ഏരിയയും കൂടെയാണ്. ഇനി അതിൻ്റെ അപ്പുറമായിട്ടാണ് പെരിയാർ നാഷണൽ പാർക്ക്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു ഏരിയയും കൂടെയാണ് പെരിയാർ നാഷണൽ പാർക്ക് എന്നുള്ളത്. അവിടെ ധാരാളം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കുമളി ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുമളി ടൗൺ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ അവിടെ തമിഴും മലയാളങ്ങളും കൂടി കലർന്ന ഒരു ആളുകളിലാണെങ്കിലും ആ ഒരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. സാധാരണയായിട്ട് കുമളി വരുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വണ്ടി നിർത്തും. മെയിനായിട്ട് നമ്മൾ ചായ കുടിക്കാനും പിന്നെ ചിപ്സൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പാഴ്സലൊക്കെ മേടിക്കാൻ വേണ്ടി വണ്ടി നിർത്താറുണ്ട്. പിന്നെ നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന ബസ് സ്റ്റാൻഡാണ് കുമളി ബസ് സ്റ്റാൻഡ്. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വൃത്തിയുള്ള ഈ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് യാത്ര തുടരുക.
കേരള തമിഴ്നാട് ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലെ കുറേ ബസ്സുകൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാം. അതൊരു പ്രത്യേക ഭംഗിയാണ്. അവിടുത്തെ ട്രാൻസ്പോർട്ട്, തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടികളായിക്കോട്ടെ, അവിടുത്തെ പ്രൈവറ്റ് വണ്ടികളായിക്കോട്ടെ, അത് ഒരു പ്രത്യേക ഭംഗിയാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്ര ഒരു പൊടിയൊക്കെ പിടിച്ച് നല്ല വൃത്തിയുള്ള രീതിയിലുള്ള ഒരു ബസ്സുകളൊന്നും അല്ല എങ്കിൽ പോലും ആ ഒരു ബസ്സിനൊക്കെ ഒരു കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡാണ്. നമ്മൾ ഈ പറയുന്ന കേരളത്തിൻ്റെ റോഡ് അത്ര മോശമാണ് എന്നുള്ളതല്ല എങ്കിൽ പോലും തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ എത്ര വളവുണ്ടെങ്കിലും എത്ര ചെരിഞ്ഞതാണേലും നല്ലൊരു മിനുസമുള്ള ഒരു റോഡ്, അത് നല്ല വൃത്തിയായിട്ട് അവർ, എത്ര കാട്ടിലാണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ച് ആ രീതിയിലാണ് തമിഴ്നാട്ടിലെ ഓരോ റോഡുകളും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കാടുണ്ട്, ആ കാട് വഴി നമ്മൾ ഈ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലോട്ട്. നേരെ കമ്പത്തിലോട്ടാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കുമളിയിൽ നിന്നും കമ്പം തേനി റൂട്ടിൽ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ കാട് വഴി ചുരം ഇറങ്ങുകയാണെന്ന് പറഞ്ഞല്ലോ. നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ലെഫ്റ്റും റൈറ്റും ടോപ്പൊക്കെ ഒന്ന് വീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ കട്ടപ്പന ഏരിയ എന്ന് വെച്ചാൽ രാമക്കൽമേട്, കമ്പംമേട് ആ ഒരു ഏരിയയിലോട്ടുള്ള ഭാഗങ്ങളാണ്. നല്ല മലകളിങ്ങനെ അടുക്കി വെച്ചേക്കണ പോലെ ഒരു നിരയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. വല്ലാത്തൊരു ഭംഗിയാണ് ആ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ. പിന്നെ നമ്മളൊരു ടോപ്പിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഈ മുല്ലപ്പെരിയാർ ഭാഗത്തു നിന്നും തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വലിയൊരു പൈപ്പുണ്ട്. ആ ഒരു ഭാഗം ഇപ്പോൾ എത്താൻ പോവുകയാണ്. അപ്പം ആ ഒരു മുല്ലപ്പെരിയാർ ഇരിക്കുന്ന ആ വനവും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വന്യത കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി വലിയ പൈപ്പ് വഴി വെള്ളം കൊണ്ടുവരുന്ന ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ തമിഴ്നാട് കമ്പം ഏരിയയിലോട്ടത്. അതെ, ആ ഒരു സ്ഥലത്തേക്ക് ഇത് ഇടയ്ക്കൊരു പുഴയൊക്കെ ഇല്ലേ, പുഴ പോലെ ആ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് നേരെ കമ്പം തേനി താഴോട്ട്. ഈ മുല്ലപ്പെരിയാർ ഭാഗത്ത് നിന്ന് വലത്തോട്ട് കുറച്ച് അങ്ങ് മാറിക്കഴിയുമ്പോൾ പെരിയാർ നാഷണൽ റിസർവ് ആണ്. വലിയൊരു വനം മേഖലയാണ്. നമുക്ക് വന്യമൃഗങ്ങളൊക്കെ ധാരാളമുള്ള ഏരിയയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ എക്കോ ടൂറിസത്തിന് ധാരാളം പേരെടുത്ത സ്ഥലമാണ്. ഈ അഡ്വഞ്ചർ ടൂറിസം ധാരാളമുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അവിടെ ധാരാളം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഏരിയയ്ക്ക് അങ്ങനെയാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മലനിരകളും അതിൻ്റെ അപ്പുറം കാടുകളും ആ രീതിയിലാണ് നമ്മുടെ ഈ തമിഴ്നാട് കേരള ബോർഡർ എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഈ ചുരത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്ക് വലിയ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കാടിൻ്റെയൊക്കെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് അത്രയ്ക്ക് വലിയ ചൂടടിക്കുന്നൊന്നുമില്ല, എങ്കിലും വെയിലൊക്കെ ഉണ്ട്. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ വന്ന് ആദ്യം നമ്മൾ മുല്ലപ്പെരിയാറിൽ നിന്ന് ആ വെള്ളം കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇറങ്ങി നിന്നപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ 1-2 ഫാമിലീസൊക്കെ അവിടെ വന്ന് അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്ന കുറേ നമ്മൾ ആ വീഡിയോസിൽ കാണാം. ശരിക്കും ഈ തമിഴ്നാട്ടിലെ തമിഴ് സംസാരിക്കുന്ന ആളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ തായ് ഭാഷ എന്ന് പറയുന്ന ഒരു ആണ് തമിഴ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ തമിഴൊക്കെ കേൾക്കുന്നതിന് വേണ്ടി അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ അവർ ഫാമിലി ആയിട്ടൊക്കെ തമിഴ് സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ തന്നെ പരമാവധി നമ്മൾ ഈ ലോക്കലിലൊക്കെ കമ്പത്തൊക്കെ ചെല്ലാൻ നേരത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി ഓരോരുത്തരോട് ഇങ്ങനെ വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും. കാരണം അവരുമായിട്ട് ഒന്ന് സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ആ ഭാഷയോടും ആ ആളുകളോടുമുള്ളൊരു ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം തമിഴ്നാട്ടിലുള്ള കമ്പത്തൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ കൂടെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള വീഡിയോയും അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടേതായ രീതിയിൽ നമ്മൾ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി മുന്നോട്ട് നേരെ കമ്പത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിൽ എത്തി. അപ്പോൾ തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ തന്നെ അതിൻ്റെ റോട്ടിലോട്ട് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ 2, 3, 4 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂവിൽ കിടക്കുന്ന ഒരു റോഡാണ്. നമ്മൾ അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ ഈ ഒരു റോഡിന്. അപ്പോൾ നമ്മൾ ഈ വീതി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ പോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കും. പക്ഷേ അവിടെ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള കൂടെ പോകുന്ന വണ്ടികളെല്ലാം തന്നെ ഒരു നോർമൽ സ്പീഡാണ്. അത്രയ്ക്ക് വലിയ സ്പീഡൊന്നും അല്ല അവർ പോകുന്നത്. അത്ര വലിയ റോഡായിട്ട് അവർ ഏകദേശം ഒരു നോർമൽ സ്പീഡാണ്. ചിലപ്പോൾ എനിക്ക് അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളും ഏകദേശം ഒരു 50-60 ഉള്ളിലൊക്കെയുള്ള ആ ഒരു സ്പീഡിലാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പത്തിന് മുമ്പായിട്ടുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് കാണിക്കാം. ഇത് അവിടെ ആയിട്ടാണ് മുന്തിരിത്തോട്ടം. മുന്തിരിത്തോട്ടത്തിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ലൊരു കോഫി ഹൗസ് ഉണ്ട്. പിന്നെ മുന്തിരിയുടെ ചാറും അതേപോലെ തന്നെ ജ്യൂസ് കിട്ടുന്ന ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ട് ഇപ്പുറം വലതുവശത്തായിട്ട് ഒരു ചെറിയൊരു കുട്ടികൾക്കായിട്ടുള്ള ഒരു കിഡ്സ് പ്ലേ ഗ്രൗണ്ട് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെറിയ കുട്ടികൾക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ മുന്തിരിത്തോട്ടാണ്. ഈ കാണുന്ന മുന്തിരിത്തോട്ടം ഉണ്ടല്ലോ, ഇത് നല്ല പച്ചയായിട്ടാണ് നിൽക്കുന്നത്. ഇത് വിളഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ വിളഞ്ഞു വന്ന് പറിക്കാവുന്ന രീതിയിലുള്ള മുന്തിരിത്തോട്ടം അപ്പുറമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുന്തിരിത്തോട്ടത്തിൽ വരുന്നത് തന്നെ. ധാരാളം തവണ ഈ ഒരു വഴി കൂടെയൊക്കെ പോയിട്ടുണ്ട്. ഈ മുന്തിരിത്തോട്ടം നമ്മൾ അകലെന്ന് കാണുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ തോട്ടത്തിൽ വന്ന് ഈ ഒരു മുന്തിരി തൊട്ട് അങ്ങനെയൊന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു കാര്യം. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ പറിക്കുന്ന മുന്തിരി നമുക്ക് അവർ ജ്യൂസ് അടിച്ച് അപ്പോൾ തന്നെ അവർ ലൈവായിട്ട് നമുക്ക് തരും. മുന്തിരിത്തോട്ടത്തിനോട് ബായ് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നെക്സ്റ്റായിട്ട് നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി. 102 രൂപയുള്ളൂ ഇവിടെ പെട്രോളിന്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കമ്പത്തൂന്നാണ്. കമ്പത്തൂന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് രാമക്കൽമേടാണ്. അപ്പോൾ രാമക്കൽമേട് പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് നേരെ ഈ കമ്പംമേട് കയറി അങ്ങ് മേളിൽ കാണുന്ന മലയുടെ മേളിലെത്തണം. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് രാമക്കൽമേട് ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ കട്ടപ്പന എത്തി ഇടുക്കി ടൗൺഷിപ്പ് കൂടി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളെന്തായാലും തേനിക്ക് പോകുന്നില്ല. നമ്മൾ കമ്പത്തിന് വന്നിട്ട് കമ്പത്തുനിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ കമ്പംമേട്ടിലോട്ട് കയറുവാണ്. ചുരം കയറി കമ്പംമേട്ടിൽ എത്തുകയാണ്. അവിടെ നിന്ന് നേരെ രാമക്കൽമേട് പോകാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ആദ്യം കുമളിയിൽ നിന്ന് നമ്മൾ ചുരം ഇറങ്ങിയില്ലേ, അതേപോലെ തന്നെ ഒരു നല്ലൊരു രീതിയിലുള്ള റോഡൊക്കെയുള്ള ഒരു ചുരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട്, ഒരു 5 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ. നമ്മൾ ഈ ചുരം കയറുമ്പോൾ തന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കമ്പം ടൗണാണ് നമ്മൾ കാണുന്നത്. കമ്പം ടൗൺ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അകലെ നിന്നുള്ള ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം കൂടി ആ കമ്പത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ചുരം കയറുമ്പോൾ തന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നമ്മൾ ഇവിടെ വന്ന് കാണണം, എന്നാലാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. എന്തായാലും നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളെന്തായാലും എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ആ ഒരു ദൃശ്യമൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല യൂ ടേൺ അടങ്ങുന്ന ഒരു കർവോട് കൂടിയുള്ള ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നമുക്ക് റോഡിന് അത്യാവശ്യം വീതി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ, റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കമ്പം സിറ്റി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനും കൂടെ കൂടിയാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പം സിറ്റിയാണ്. അപ്പോൾ കമ്പം സിറ്റി നമ്മൾ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
നല്ല ഒരു ഫീലാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഫീലാണ്. നമ്മളിപ്പോൾ ഈ മൊബൈലിൽ കൂടെ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് അത്രയ്ക്ക് നല്ല ക്ലാരിറ്റി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മളവിടെ നിന്ന് അത് ആസ്വദിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്നുള്ള അതിൻ്റെ ഒരു വ്യൂ. ഈ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് ഇതേപോലുള്ള വ്യൂ ആസ്വദിച്ചിട്ട് തന്നെ പോവുക. അപ്പോൾ ഈ വഴി ചുരം കയറുമ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുമളിയിൽ നിന്ന് ചുരം ഇറങ്ങിയപ്പോൾ ഉണ്ടായതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടിയ ഒരു വനമേഖലയും കൂടെയാണ്. അപ്പോൾ ഇവിടെ ധാരാളമായിട്ട് കുരങ്ങന്മാർ ധാരാളമായിട്ടുള്ള ഒരു ഏരിയയാണ് മെയിനായിട്ട്. പിന്നെ അത്യാവശ്യം മ്ലാവ് അതേപോലുള്ള ആനയൊക്കെ അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ട് കാണാവുന്ന ഒരു സ്പേസാണ്. പലയിടത്തും അതേപോലെയുള്ള നോട്ടിഫിക്കേഷനായിട്ടുള്ള വന്യമൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസ് അതിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും മ്ലാവും ഈ പറയുന്ന കുരങ്ങന്മാരൊക്കെ ധാരാളം നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ആന കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടൊക്കെയാണ്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. കമ്പമേട്ടിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ രാമക്കൽമേടാണ്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴി കമ്പൻമേട്ടിൽ നിന്ന് നേരെ രാമക്കൽമേട് ആ ഒരു ഭാഗത്തോട്ടാണ്. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സാധാരണ ഈ കട്ടപ്പന, ഇടുക്കി വഴി കട്ടപ്പന വന്നിട്ട് അവിടെ നിന്ന് രാമക്കൽമേടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് രാമക്കൽമേടാണ്. രാമക്കൽമേട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഇല്ലിയുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി ഇത് അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ രാമക്കൽമേട് വരുമ്പേ ഇവിടെ ഒരു സീസൺ പോയിന്റ് ഉണ്ട്, മലയുടെയൊക്കെ മുകളിലായിട്ട്. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ്. പൈ പോയാൽ മതി, കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും കഠിനമാണെന്ന് ഓർത്തില്ല. ഓക്കെ, പോട്ടെ. കണ്ണി കണ്ടോ? ഏ ഇത് വേറെ വഴിയണ്ട.
അപ്പോൾ ഗൈസ് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. ഭയങ്കര കയറ്റാണ്. ഇത്രയും വിചാരിച്ചില്ല. ഇവിടെ പണ്ടൊക്കെ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ വരെയാണ് പണ്ട് വന്നിട്ടുള്ളൂ. അവിടെ ഫാമിലി ആയിട്ടുള്ളവർക്കും ചെറിയ കുട്ടികളൊക്കെ അവിടെ വരെ വരുള്ളൂ. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളവർ ചെറുപ്പക്കാരൊക്കെ വരുന്ന ഏരിയയാണ്. ഇതാണ് വ്യൂ പോയിൻ്റ്. ഇതിലേക്ക് പോണ വഴിയൊക്കെ തൊട്ടപ്പുറമായിട്ട് നമ്മുടെ തമിഴ്നാട് കമ്പമാണ്. വലിയൊരു പാറയുടെ അങ്ങ് മേളിലോട്ട് കയറണം. സമയം ഇപ്പം 6 ഗൈസ്, ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഉള്ളൂ. ഇത് കണ്ടോ, അങ്ങേ അറ്റത്ത് ആ വെട്ടം കാണുന്ന അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ. ഇവിടെ കൂടെ അങ്ങ് മുകളിൽ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പുറം തമിഴ്നാടും നമ്മുടെ കേരളമൊക്കെ. നമ്മൾ രാമക്കൽമേട് പാറയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് 5:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 7 മണി സമയമായി, ഇരുട്ടി. എങ്കിലും ഇവിടെ നിന്ന് നമ്മൾ കമ്പത്തിലോട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു കമ്പ സിറ്റിയുടെ മൊത്തം ലൈറ്റോട് കൂടിയുള്ള ഒരു ഭംഗി, അതും വേറൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളിത് ആസ്വദിച്ചാൽ മാത്രമാണ്, നമ്മളിത് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചത് കൊണ്ടോ അത് മനസ്സിലാവില്ല. നമ്മളിത് ഡയറക്റ്റ് വന്ന് കണ്ട് അത് ആസ്വദിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു ഈ നേച്ചറിനോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ അത് നമ്മൾ നേരിട്ട് തന്നെ അനുഭവിക്കണം. അപ്പോൾ നമ്മൾ രാമക്കൽമേടിൽ നിന്ന് തിരിച്ച് നമ്മുടെ നാടായിട്ടുള്ള പിറവത്തോട്ട് പോവുകയാണ്. അപ്പം അവിടെ നിന്ന് ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ ഇടുക്കിയിൽ വന്നു. ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി അത്യാവശ്യം നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.